ഇനി നമുക്ക് പ്ലസ് ടുക്കാർക്ക് ക്രിസ്മസ് പരീക്ഷയൊക്കെ ഇതാ വരാൻ പോവുകയാണല്ലോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പ്ലസ് ടു ഹിസ്റ്ററിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 7 വൺ വേർഡ്സ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു മാച്ച് ദ ഫോളോവിങ് ആണ് കേട്ടോ. അപ്പോൾ ഇതാ എവിടെ നമ്മുടെ 1857 റിവോൾട്ടുമായി ബന്ധപ്പെട്ട എന്താ പറയുക ലീഡേഴ്സും അവരുടെ പ്ലേസസും തന്നിട്ടുണ്ട്. നമുക്കൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഒന്നാമത് ബഹദൂർ ഷയാണ്. ബഹദൂർ ഷാ എവിടത്തുകാരനായിരുന്നു? ഡൽഹിയുടെ രാജാവായിരുന്നു നമ്മുടെ ബഹദൂർ ഷാ എന്ന് പറയുന്നത്. ദെൻ നാനാ സാഹിബ് എന്ന് പറയുന്നത് കാൺപൂറാണ്. ഓക്കെ, നാനാ സാഹിബ് കാൺപൂർ. റാണി ലക്ഷ്മിബായി ഝാൻസിയിലാണ് വരുന്നത്, അതിൽ ഡൗട്ടൊന്നും ഉണ്ടാവത്തില്ല. ഇനി കൻവർ സിംഗ് എന്ന് പറയുന്നത് ബീഹാറിലെ അരയിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ബഹദൂർ ഷാ ഡൽഹിയാണ്, നാനാ സാഹിബ് കാൺപൂറാണ്, റാണി ലക്ഷ്മിബായി ഝാൻസിയാണ്, കൻവർ സിംഗ് അരേ ഇൻ ബീഹാറാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വൺ വേർഡ്സ് നിങ്ങൾ ഈ മാച്ച് ദ ഫോളോവിങ് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. മാച്ച് ദ ഫോളോവിങ് അല്ലെങ്കിൽ അല്ലാത്ത വൺ വേർഡ്സ് ആയിട്ടും ചോദിക്കാറുണ്ട് കേട്ടോ. ദെൻ രണ്ടാമത്തെ ചോദ്യം, അർത്ഥശാസ്ത്ര എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാണ്? കൗഡില്യനാണ് അല്ലേ? കൗഡില്യനാണ് അർത്ഥശാസ്ത്ര എന്ന് പറയുന്ന ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇനി നോക്കൂ അടുത്ത ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, ടൈറ്റിൽ ദേവപുത്ര വാസ് അഡോപ്റ്റഡ് ബൈ. ഓക്കെ, ദേവപുത്ര എന്ന് പറഞ്ഞ ടൈറ്റിൽ സ്വീകരിച്ചത് ആരായിരുന്നു? നമ്മുടെ കുഷാനാസ് ആയിരുന്നു. കുഷാനന്മാരാണ് ദേവപുത്ര എന്ന് പറയുന്ന ടൈറ്റിൽ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നാലാമത്തെ ചോദ്യം, ക്യാപിറ്റൽ ഓഫ് മൗര്യാസ് ഏതാണ്? മൗര്യന്മാരുടെ തലസ്ഥാനം എന്ന് പറയുന്നത് പാട്ടലിപുത്രയാണ്. മൗര്യന്മാരുടെ ക്യാപിറ്റൽ പാട്ടലിപുത്രയാണ്. ഇനി നോക്കൂ അഞ്ചാമത്തെ ചോദ്യം, ഫസ്റ്റ് ഡയറക്ടർ ജനറൽ ഓഫ് ദ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. നമ്മുടെ ASIയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ ആരായിരുന്നു എന്നാണ്. ആരാണ്? കണ്ണിങ്ഹാം. അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണ് ഫസ്റ്റ് ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത്. ഓക്കെ, മലയാളം മീഡിയത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് നോക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് നോക്കാം, ഈ രണ്ട് ചോദ്യം കൂടി നോക്കാവേ. നോക്കൂ, വിച്ച് അമംഗ് ദ ഫോളോവിങ് വാസ് എ മഹാജനപദം. ഇതിലേതാണ് മഹാജനപദം? നമുക്കറിയാം 16 മഹാജനപദങ്ങളുണ്ട് ടോട്ടലി. ഇതിലിതാ പാഞ്ചാലയാണ് ഉത്തരമായിട്ട് വരുന്നത്. ബാക്കിയൊക്കെ വേറെ എന്തൊക്കെയാണ്. പാഞ്ചാല മാത്രമാണ് ഇവിടെ മഹാജനപദങ്ങളുടെ ലിസ്റ്റിൽ നിന്നുള്ളത് തന്നിട്ടുള്ളത്. ഇനി നോക്കൂ ഏഴാമത്തെ ചോദ്യം, സാഞ്ചി സ്തൂപ ഈസ് സിറ്റുവേറ്റഡ് ഇൻ. സാഞ്ചി സ്തൂപ എവിടെയാണ്? ഇതൊന്ന് ശ്രദ്ധിച്ചോണേ, ഭോപ്പാലിലാണ് വരുന്നത്. ഓക്കെ, ഭോപ്പാലാണ്. മാറി വേറെ പ്ലേസ് ഒന്നും മാറ്റരുത്. സാഞ്ചി സ്തൂപ ഭോപ്പാലാണ്. ഭോപ്പാൽ എവിടെയാണ്? ചിലപ്പോൾ മധ്യപ്രദേശ് എന്നായിരിക്കും തരുന്നുണ്ടാവുക. സോ മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ്. അപ്പോൾ 2 പ്ലേസ് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക, സാഞ്ചി സ്തൂപ. ഓക്കെ, ഇനി നമുക്ക് നേരെ എന്താക്കാം, ഈ ചോദ്യങ്ങളുടെ തന്നെ മലയാളത്തിലോട്ടുള്ള കാര്യങ്ങൾ നോക്കാം. മാച്ച് ദ ഫോളോവിങ് ആണ് ആദ്യമായി വരുന്നത്. ബഹദൂർ ഷാ നമ്മുടെ 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളും നേതാക്കന്മാരുടെ പേരുകളാണ് തന്നിട്ടുള്ളത് കേട്ടോ. നോക്കൂ, ബഹദൂർ ഷാ ഡൽഹിയിലാണ് വരുന്നത്. നാനാ സാഹിബ് കാൺപൂറിലാണ് വരുന്നത്. റാണി ലക്ഷ്മിബായി ഝാൻസിയാണ്. പിന്നെ കുൻവർ സിംഗ് എവിടെയാണ് വരുന്നത്? കൻവർ സിംഗ് ബീഹാറിലെ ആറയിലാണ് വരുന്നത് കേട്ടോ. ബഹദൂർ ഷാ ഡൽഹിയാണ്, നാനാ സാഹിബ് കാൺപൂർ, റാണി ലക്ഷ്മിബായി ഝാൻസി, കുൻവർ സിംഗ് എവിടെയാണ്? ബീഹാറിലെ ആറയിലാണ് വരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം, അർത്ഥശാസ്ത്രം എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയത് ആരായിരുന്നു? യെസ്, നമ്മുടെ കൗഡില്യനാണ് അല്ലേ? കൗഡില്യനാണ് അർത്ഥശാസ്ത്രം എന്ന് പറയുന്ന ആ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇനി നോക്കൂ മൂന്നാമത്തെ ചോദ്യം, ദേവപുത്ര എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചത് ആരായിരുന്നു? കുഷാണന്മാരായിരുന്നു കേട്ടോ. കുഷാണന്മാരാണ് ദേവപുത്ര എന്ന് പറയുന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വയ്ക്കുക. ഇനി മൗര്യന്മാരുടെ തലസ്ഥാനം ഏതാണ്? പാടലീപുത്രമാണ് എന്ത് ചെയ്യുന്നത്? മൗര്യന്മാരുടെ തലസ്ഥാനം എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യൻ പുരാവസ്തു വകുപ്പിൻ്റെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ ആരായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ആരാണ്? കണ്ണിങ്ഹാം ആണ് കേട്ടോ. കണ്ണിങ്ഹാമാണ് ഇന്ത്യൻ പുരാവസ്തു വകുപ്പിൻ്റെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആറാമത്തെ ചോദ്യത്തിലോട്ട് നോക്കാം. ചുവടെ നൽകിയിരിക്കുന്നതിൽ മഹാജനപദം ഏതായിരുന്നു? ഇതിലേതാണ് മഹാജനപദം? യെസ്, പാഞ്ചാലമാണ് കേട്ടോ. പാഞ്ചാല. ഓക്കെ, അപ്പോൾ നിങ്ങൾ 16 മഹാജനപദങ്ങളുടെ പേരുകളൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതുപോലെ മാറ്റി തിരിച്ചൊക്കെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റണമല്ലോ. ഏഴാമത്തെ ചോദ്യം വന്നിട്ട്, സാഞ്ചി സ്തൂപ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? യെസ്, ഭോപ്പാലാണ് ഉത്തരമായിട്ട് വരുന്നത്. മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ് സാഞ്ചി സ്തൂപം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ ആണോ?